ഡൽഹിയിൽ ഇ-റിക്ഷ ബാറ്ററി പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ 2 മരണം. 17-കാരനായ സുഫൈദും 38-കാരനായ മുഹമ്മദ് സാമിദുമാണ് മരിച്ചത്. രഘുബീർ നഗറിലെ മസ്ജിദ് ഗുരുദ്വാര റോഡിലുള്ള കെട്ടിടത്തിന്റെ 1-ാം നിലയിലാണ് അപകടമുണ്ടായത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണച്ചു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നു. നന്ദഗോപൻ, ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഇ-റിക്ഷ ബാറ്ററി പൊട്ടിത്തെറിച്ച് 2 മരണം ഉണ്ടായി എന്ന വാർത്തയാണ്. തീപിടുത്തമാണ്. 17-കാരനാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ ഒരു 38-കാരനും മരണം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ ഒരു അപകടമുണ്ടാവാൻ കാരണം? വിശദാംശങ്ങൾ. അമൽ, ഡൽഹിയിലെ രഘുബീർ നഗറിലെ ഗുരുദ്വാര മസ്ജിദ് റോഡിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്. 4 നില കെട്ടിടമായിരുന്നു. ഇതിൻ്റെ താഴത്തെ നിലയിൽ ഈ ഓട്ടോറിക്ഷയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഘടിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും ഈ ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് വലിയ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസും ഫയർഫോഴ്സും അനുമാനിക്കുന്നത്. 1-ാം നിലയിലെ സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിനിടയിലാണ് 2 പേർക്ക് പൊള്ളലേറ്റത്. ഒരു 17 വയസ്സുകാരനും 38 വയസ്സുകാരനുമാണ് പൊള്ളലേറ്റിരിക്കുന്നത്. 17 വയസ്സുകാരൻ ഈ കെട്ടിട ഉടമയുടെ മകനാണ്. സുഫൈദ് എന്നാണ് ഇയാളുടെ പേര്. ഇയാളുടെ മറ്റൊരു ബന്ധുവായിട്ടുള്ള മുഹമ്മദ് സാമിദും ഈ പൊള്ളലേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. മറ്റ് നിലകളിലേക്ക് കൂടുതൽ തീ പടരാതിരിക്കുവാൻ വേണ്ടി ഡൽഹി ഫയർഫോഴ്സിൻ്റെ 4 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി ഏതാണ്ട് 1 മണിക്കൂറോളം പണിവിട്ടാണ് ഈ തീ പൂർണ്ണമായും അണച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടാണോ ഈ അപകടത്തിന് കാരണമെന്നുള്ളതും പോലീസും ഫയർഫോഴ്സും ചേർന്ന് അന്വേഷിക്കുന്നുണ്ട്. അമൽ. വ്യക്തമാണ്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.